ഹലോ ഗൈസ്, ഇറ്റ്സ് മീ പാറുവാണേ. ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് ബീട്രൂട്ട് കൊണ്ട് എങ്ങനെയാണ് രസം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ബീട്രൂട്ട്, പിന്നെ ഒരു തക്കാളിയും കൂടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ശേഷം ഒരു മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ച് ഇഞ്ചി, തോലോട് കൂടിയ വെളുത്തുള്ളി, കുറച്ചധികം കാന്താരി മുളക്, കുറച്ച് കുരുമുളക്, പിന്നെ കുറച്ച് ജീരകവും ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ബീട്രൂട്ടും തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. ശേഷം അതിൻ്റെ അകത്ത് നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആ വെള്ളത്തിൽ പുളി സോക്ക് ചെയ്യാൻ വെക്കാം. ഇനി അതേ കുക്കറിൽ ബാക്കിയുള്ള വെള്ളത്തിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ് ഇട്ടിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. അതിന് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊക്കെ തിളച്ച് വരുന്ന സമയം കൊണ്ട് തൊലി കളഞ്ഞ ആ തക്കാളിയും ബീട്രൂട്ടും നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല പോലെ പേസ്റ്റ് പോലെ നമുക്ക് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇനി ഇതും കൂടെ നമുക്ക് ആ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് പുളിവെള്ളവും കൂടി ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് വറവും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള രസം റെഡി ആയിട്ടുണ്ട്. ഇതുപോലുള്ള വെറൈറ്റി രസം വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇത് ഒരു ബൗളിലേക്ക് കുറച്ച് ചോറെടുത്തിട്ട്, കുറച്ച് മാത്രം ചോറെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് രസം കുറേ വാരിക്കോരി ഒഴിച്ചിട്ട് കഴിക്കാൻ എന്ത് ടേസ്റ്റാണെന്നറിയോ. അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ പറഞ്ഞതിൻ്റെ ഇടയിൽ രസത്തിൽ ഉപ്പിടാൻ പറയാനുള്ള കാര്യം ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഉപ്പും കൂടി ഒന്ന് ഇടുക. പിന്നെ വറവിൻ്റെ അകത്ത് ഞാൻ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.